ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നു വരുന്ന ഏകീകരണമാണ് നമ്മുടെ നാടായ ഭാരതം. എല്ലാ വിജ്ഞാനത്തിന്റെയും ഇരുപിടം അല്ലെങ്കിൽ എല്ലാ വിജ്ഞാനത്തിന്റെയും കേന്ദ്രമായി നമ്മുടെ ഭാരതം പ്രസിദ്ധമായിരുന്നു. ഒരു കാലത്ത് ഗുരുകുലങ്ങളും ക്ഷേത്രങ്ങളും മഹാവിദ്യാലയങ്ങളും കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന ഒരു പുണ്യഭൂമിയായിരുന്നു നമ്മുടേത്. അതിനെല്ലാം അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഭാരതത്തിലെ പ്രാചീന ഋഷിമാരുടെ അഭിപ്രായത്തിൽ എല്ലാ തരം ജ്ഞാനങ്ങളും എല്ലാ വ്യക്തിക്കും ജന്മാവകാശമായിരുന്നു. അതിനാൽ അത് സൗജന്യവും സ്വതന്ത്രവുമായി വിതരണം അവർ ചെയ്തു. വളരെ കൃഷിയോഗ്യമായ ഭൂമിയായിരുന്നു നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് മൊത്തം ലോകത്തിന്റെ കളപ്പുര എന്ന പേരിൽ ഭാരതം അറിയപ്പെട്ടു. വിദേശ ആക്രമണങ്ങൾ തുടങ്ങുമ്പോൾ ആ കാലത്തുണ്ടായ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സ്ഥിതി ഉയർന്ന രാജ്യമായിരുന്നു നമ്മുടേത്. അധിനിവേശ രാജ്യങ്ങൾ മോഷ്ടിക്കാൻ ആഗ്രഹിച്ച സ്വർണപക്ഷി എന്ന പേരിൽ നമ്മുടെ ഭാരതം അക്കാലത്ത് അറിയപ്പെട്ടു. ഇത്രയും മഹത്തായ ഈ രാജ്യം, അതായത് ഇത്രയും മഹത്തായ സനാതനധർമ്മത്തിന്റെ ഈ രാജ്യം നശിക്കുമോ? ഇത്രയും മഹത്തായ നാഗരികത ലോകത്തിൽ നിന്ന് നശിച്ചു പോയാൽ എന്ത് സംഭവിക്കും? സനാതനധർമ്മം ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായാൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ആദ്യം തന്നെ ബലപ്രയോഗവും വഞ്ചനയും മത്സരങ്ങളും മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും സ്ഥാനമെടുക്കും. കാമവും ആഡംബരവും അതിൽ ദേവതകളാവും. അവർ പണം കൊണ്ട് മാത്രമേ പൂജിക്കപ്പെടുകയുള്ളൂ. ഇതിനെല്ലാം ഇടയിൽ മനുഷ്യന്റെ ശുദ്ധാത്മാവ് ബലിയായി സമർപ്പിക്കും. മതത്തോടുള്ള മധുരാത്മാ സഹാനുഭൂതിയും ആദർശങ്ങളോടുള്ള ബഹുമാനിതയും ധാർമ്മികതയും ലോകത്തിൽ നിന്ന് നശിച്ചു പോകും. എന്നാൽ ഇതെല്ലാം സാധ്യമാണോ? സനാതനധർമ്മത്തിനും ഭാരതത്തിനും എപ്പോഴെങ്കിലും ക്ഷയം സംഭവിക്കുമോ? സനാതനധർമ്മം നശിക്കുമോ? എന്നാൽ ഇല്ല. സനാതനധർമ്മവും ഭാരതവും ഒരിക്കലും നശിക്കുകയില്ല. കാരണം യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്നാണ് ഗീതയിൽ പറഞ്ഞേക്കുന്നത്. എല്ലാ വട്ടവും സനാതനധർമ്മവും ഭാരതവും നശിക്കുമ്പോഴും എല്ലാ വട്ടവും സനാതനധർമ്മത്തിനും ഭാരതത്തിനും വല്ല ആപത്ത് സംഭവിക്കുമ്പോഴും അപ്പോൾ തന്നെ ഒരു മഹാപുരുഷൻ ജന്മമെടുക്കും. ഈ മഹാപുരുഷൻ ജനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മീയ ശക്തിയിലൂടെ ഭാരതീയ ജീവന്റെ എല്ലാ മേഖലകളും വീണ്ടും ഉയരുന്നു. അദ്ദേഹത്തിന്റെ ശക്തിയിലൂടെ സനാതനധർമ്മം സ്ഥിരമായും സാവധാനത്തിലും വീണ്ടും ഉയർന്നു വരുന്നു. എന്റെ സഹോദരന്മാരെ, ഭാരതം മോശസ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് നിശബ്ദരായി കാണാൻ കഴിയുമോ? എഴുന്നേൽക്കുക, ഉണരുക. ഭാരതം അതിന്റെ ഉന്നത സ്ഥിതി പ്രാപിക്കുന്നതുവരെ നിൽക്കരുത്. ഇന്ന് നമുക്ക് ഭാരതത്തിന്റെ ഉദ്ധാരണത്തിനായി മെച്ചപ്പെടുത്താൻ കഴിയുന്ന 3 മേഖലകൾ കാണാം. ഒന്നാമതായി, നമ്മുടെ വിദ്യാഭ്യാസം ദേശീയ തലത്തിൽ രൂപീകൃതമാണ്. നമ്മുടെ കുട്ടികൾ ഭാരതീയ സംസ്കാരവും പാരമ്പര്യവും ഉത്സവങ്ങളുടെയും മഹത്വവും അന്തസത്തവും ആദ്യം അറിയേണ്ടതാണ്. മറ്റന്നോണല്ലേ വീട്ടിൽ പോയിട്ട് ആഘോഷിക്കണ്ടേ? ശരിയാ. എടാ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാടാ പരിപാടി? നിങ്ങള് സദ്യ എന്താ അവിടെ ചർച്ച? ഞങ്ങൾ ഓണത്തിനെ പറ്റി സംസാരിക്കായിരുന്നു. നിങ്ങൾക്ക് ഓണത്തിന്റെ ഐതിഹ്യം അറിയോ? ആർക്കും അറിയില്ലല്ലേ? പണ്ട് മഹാബലി എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം അശ്വമേധയാഗം നടത്തുകയായിരുന്നു. എന്ത് യാഗമാണ് നടത്തുന്നത്? അശ്വമേധയാഗം. അങ്ങനെ യാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാമനൻ എന്നു പേരുള്ള ഒരു കൊച്ചു ബാലൻ അവിടെ വന്നു. വാമനൻ വിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണെന്ന് അറിയാമോ? അറിയാം. എന്നാ പറയൂ. എന്റെ മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് വാമനൻ വിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമാണെന്നാണ്. അതെ, മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമാണ് വാമനൻ. ആ വാമനനെ മഹാബലി കൊട്ടാരത്തിലേക്ക് സൽക്കരിച്ചിരുത്തി. എന്നിട്ട് വാമനനോട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? വാമനൻ പറഞ്ഞു, എനിക്ക് 3 അടി മണ്ണ് വേണം. എത്ര അടി സ്ഥലമാ ചോദിച്ചത്? 3 അടി സ്ഥലം. മഹാബലി അഹങ്കാരത്തോടെ പറഞ്ഞു, എന്റെ ഈ കാണുന്ന സാമ്രാജ്യത്തിൽ നിന്ന് നിനക്ക് 3 അടി മണ്ണ് വേണം. എന്നാ നീ എടുത്തോ. അപ്പോൾ തന്നെ വാമനൻ തന്റെ രൂപം വലുതാക്കി ആകാശം വരെ മുട്ടുന്ന രൂപമാക്കി. വാമനൻ തന്റെ രൂപം ഏതുവരെയാ വലുതാക്കിയത്? ആകാശം വരെ.
അങ്ങനെ വാമനൻ ആദ്യത്തെ അടി അളന്നു. ആദ്യത്തെ അടിയിൽ തന്നെ ഭൂമി മുഴുവനും അളന്നു. രണ്ടാമത്തെ അടിയിൽ ആകാശവും. മൂന്നാമത്തെ അടി എവിടെ വെക്കണം എന്ന് മഹാബലിയോട് വാമനൻ ചോദിച്ചു. വിഷ്ണുഭക്തരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ പ്രഹ്ലാദന്റെ പൗത്രനായ മഹാബലി പറഞ്ഞു, എന്റെ ശിരസിൽ വെച്ചോളൂ മൂന്നാമത്തെ അടി. മഹാബലിയുടെ മനസ്സ് കണ്ട് വാമനൻ പറഞ്ഞു, നിന്നെ ഞാൻ അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രനായി വഴിക്കാം. അതുകൂടാതെ നിനക്ക് പാതാളത്തിൽ കൊട്ടാരമുണ്ടാക്കി തരാം. അവിടെ ഞാൻ കാവൽക്കാരനായി നിൽക്കാം എന്ന് പറഞ്ഞു വാമനൻ. ആരാ കാവൽ നിൽക്ക? എല്ലാവർക്കും കഥ മനസ്സിലായില്ലേ? അല്ല, ചില പുസ്തകങ്ങളിലും ചിലരൊക്കെ പറയുന്നുണ്ട് മഹാബലിനെ വാമനൻ ചവിട്ടി താത്തിയതാണ്. അല്ല, അത് വിഡ്ഢിത്തമാണ്. വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് പറഞ്ഞയച്ചതാണ്. അതുകൂടാതെ മഹാബലിക്ക് പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് ഒരു ദിവസം വരാം. ആ ദിവസമാണ് നമ്മൾ ഓണമായി ആഘോഷിക്കുന്നത്. ഇത്തരം മഹത് വ്യക്തികളുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുകയില്ല. ഇതാണ് ഇത്തരം തെറ്റിദ്ധാരണകൾക്ക് കാരണം. രണ്ടാമതായി, നമ്മുടെ വിദ്യാസമ്പന്നരായ യുവാക്കളുടെ ആദർശം എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം എന്നതാണ്. അതത് മേഖലകളുടെ ദേശീയ ലക്ഷ്യത്തിനു വേണ്ടി തന്റെ ജീവൻ അർപ്പിച്ച മഹത് വ്യക്തികളായിരിക്കണം നമ്മുടെ യുവാക്കളുടെ ആദർശങ്ങൾ. അത് ശാസ്ത്രീയമാകട്ടെ, അല്ലെങ്കിൽ ആയുധ അല്ലെങ്കിൽ സേനയെ ബന്ധപ്പെട്ടാകട്ടെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനമാകട്ടെ, അല്ലെങ്കിൽ ഗ്രാമവികസനവുമാകട്ടെ. ഇന്ന് ഞാൻ എൻ്റെ ആദർശത്തെ പറ്റി കുറച്ച് വാക്കുകൾ സംസാരിക്കാം. എന്റെ ജീവിതത്തിൽ വളരെയധികം പ്രചോദനമായ ഒരു ഭാരതീയ ശാസ്ത്രജ്ഞനാണ് CV രാമൻ എന്നറിയപ്പെട്ട ചന്ദ്രശേഖര വെങ്കടരാമൻ. ഭൗതിക ശാസ്ത്രത്തിലെ പ്രകടനായ CV രാമൻ ഇന്ത്യയുടെ ശാസ്ത്രപ്രാപ്തിക്ക് വേണ്ടി വളരെയധികം പരിശ്രമിച്ചു. തമിഴ്നാട്ടിലെ തൃച്ചിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ചെറുപ്പം മുതൽക്കേ ശാസ്ത്രത്തോടുള്ള അദ്ദേഹത്തിന്റെ ജിജ്ഞാസയും വൈഭവവും അദ്ദേഹത്തിനെ ഒരു ഗവേഷണ ജീവിതത്തിലേക്ക് നയിച്ചു. പ്രകാശവും ദ്രവ്യവും തമ്മിലുള്ള പതിപ്രവർത്തനം പ്രകടമാക്കുന്ന രാമൻ പ്രഭാവം കണ്ടുപിടിച്ചതാണ് അദ്ദേഹം ലോകശാസ്ത്രത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന. രാമൻ പ്രഭാവം നമുക്ക് ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള ധാരണ വർദ്ധിപ്പിച്ചു. ഇതേ രാമൻ പ്രഭാവമാണ് 1930 അദ്ദേഹത്തിന് നോബൽ സമ്മാന അർഹനുമാക്കിയത്. ശാസ്ത്രലോകത്തോടുള്ള അദ്ദേഹത്തിന്റെ താല്പര്യവും അചഞ്ചലമായ രാഷ്ട്രസ്നേഹവും വളരെയധികം യുവാക്കളെ പ്രചോദിതരാക്കി. ഒരുപക്ഷെ ശാസ്ത്രത്തിനോടുള്ള അദ്ദേഹത്തിന്റെ സംഭാവനയേക്കാൾ ഹോമി ഭാഭയെയും വിക്രം സാരാഭായിയെയും പോലെയുള്ള പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരെ പ്രചോദിതരാക്കി ഭാരതത്തിന്റെ നവീകരണത്തിന് തുടക്കം കുറിച്ച അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രസ്നേഹത്തിനോടായിരിക്കും എനിക്ക് കൂടുതൽ താല്പര്യം. മൂന്നാമതായി, വിദ്യാസമ്പന്നരായ നമ്മുടെ യുവാക്കളുടെ അനുയോജ്യ ചിന്താഗതി എന്തായിരിക്കണം എന്നതാണ്. ഭാരതീയ സർവകലാശാലകളിൽ നിന്ന് പഠിച്ച് ബാക്കിയുള്ള പുറം രാജ്യങ്ങളിൽ, അതായത് അമേരിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി അവിടെ തൊഴിൽ നേടി അവരുടെ വിദ്യാഭ്യാസം ആ രാജ്യങ്ങളുടെ വളർച്ചയ്ക്കായി കൊടുക്കുകയാണോ, അതോ നമ്മുടെ രാജ്യത്തിലുള്ള നല്ല സർവകലാശാലകളിൽ ചേർന്ന് നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ രാജ്യത്തിനും വേണ്ടി പ്രയത്നിക്കുകയാണോ നല്ലത് എന്ന് അവർ മനസ്സിലാക്കണം. നമ്മുടെ ലാസ്റ്റ് ഇയർ കോഴ്സ് എക്സാമിലെ റിസൾട്ട് ഒന്നും കാണും. നിനക്കൊക്കെ എത്ര മാർക്കുണ്ട്? ആടെ എനിക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ട്. അവിടെ തന്നെ നീ കയ്യിലെ 2 കൊല്ലം പറഞ്ഞില്ല, പക്ഷെ ഒന്നും കാണില്ല. 2 വയസ്സിലെ പ്ലസ് ഉണ്ടെങ്കിൽ എന്ത് ഡ്രസ് ഭയങ്കര സന്തോഷത്തിലാണല്ല, എന്താ കാര്യം? അപ്പൊ നിങ്ങള് പറഞ്ഞില്ലേ ഞാൻ 2 ദിവസം കഴിഞ്ഞ UK പോണ്. സൂപ്പർടാ സാർ, പോയി അടിച്ചു പറ്റി വന്നോ? ഈ രാജ്യത്ത് ഓരോ അവസരം ഉണ്ടല്ലോ, എവിടെ പോലെ ഒന്ന് പോയടാ, അതൊന്നും ശരിയാവൂല. ഇവിടെ അവസരങ്ങളും ഇല്ല, ഒന്നുമില്ല. ഞാൻ അങ്ങോട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടി. എന്താ കൂട്ടുകാരെ ചർച്ച? എന്ത് വിഷയം? ഹരി അറിഞ്ഞ പക്ഷെ 2 ദിവസം ഇങ്ങനെ UK പോന്നു. ഈ UK എന്തിനാടാ? അത് വേറൊന്നുമല്ലടാ, ലാസ്റ്റ് എക്സാമിന് ഫുൾ A+ ആണ്. അപ്പൊ അങ്ങോട്ട് ഒരു നല്ല ജോലി നോക്കി പോണം. എന്തിനാടാ സ്വന്തം രാജ്യത്ത് ഇത്ര അവസരം ഉണ്ടായിട്ട് നീ പുറത്തു പോയി പഠിക്കുന്നു? ഇതിനെ ആരും പറഞ്ഞു. എടാ അങ്ങനെ പറയല്ലേ, അവസരങ്ങൾ ഉണ്ടാവണില്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കാണ് വേണ്ടത്. നിനക്ക് തന്നെ ഒന്ന് ആലോചിച്ചൂടെ? ഇത്രയും പഠിപ്പും ഞാനുള്ളവര് ഈ ഭാരതത്തെ കൈയൊഴിയുമ്പോ ഭാരതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും?
ഒന്ന് പോയേ ഹരിയെ, എനിക്ക് എന്റെ കരിയറാണ് വലുത്. ഇവിടത്തെ കാര്യം നോക്കി നിൽക്കാൻ പറ്റില്ല. എനിക്കൊരു ജോലി വേണം സ്വന്തമായിട്ട്. എടാ, നമ്മുടെയൊക്കെ മാതൃഭൂമിയായ ഭാരതം അനേകം വർഷത്തോളം അടിമത്തത്തിന് കീഴിലായിരുന്നു. അതിൻ്റെതായ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടായിരിക്കും. അത് നികത്തേണ്ടത് ഭാരതീയരായ നമ്മുടെ ചുമതലയാണ്. അല്ലാതെ നാം പോയി കഴിഞ്ഞാൽ നമുക്ക് അവരോട് ആരും വരില്ല. എന്നാൽ നീ തന്നെ ഉദാഹരണത്തിനൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്വന്തം അമ്മയ്ക്ക് ഒരു രോഗം ബാധിച്ചാൽ നീ നിന്റെ സുഖത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി നീ നിന്റെ അമ്മയെ ഉപേക്ഷിക്കുന്നു. സ്വന്തം അമ്മയ്ക്ക് ഒരു രോഗം ബാധിച്ചാൽ ആ രോഗം ഭേദമാക്കേണ്ടത് മകന്റെ ഉത്തരവാദിത്തമല്ലേ? നല്ല അറിവും ജ്ഞാനവും ഉള്ളവർ പോയി കഴിഞ്ഞാൽ ഭാരതത്തിലാകെ അവശേഷിക്കുക ആത്മബോധമില്ലാതെ കാമലോപധനത്തിന് പിന്നിൽ അലയുന്ന മനുഷ്യരായിരിക്കും. സദാചാര സംസ്കാരങ്ങൾ നശിക്കും, ധാർമ്മികത ഇല്ലാതെയാവും. ഇനി പറ, നീയും ഇതിലൊരു പങ്കാളിയാവാൻ ആഗ്രഹിക്കുന്നു? ഇല്ല, എന്റെ തെറ്റായ സമീപനത്തിന് എന്നോട് ക്ഷമിക്കണം. ഇന്നു മുതൽ എന്നെ കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഭാരതത്തിന് വേണ്ടി സമർപ്പിക്കും. ഏതൊരു രാജ്യത്തിന്റെയും യുവാക്കളാണ് അതിന്റെ ഭാവി മഹത്വത്തിനോ അധപതനത്തിനോ കാരണം. യുവാക്കൾക്ക് ശരിയായ വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിൽ ആ രാജ്യം അധപതിക്കുക തന്നെ ചെയ്യും. എന്താണ് വിദ്യാഭ്യാസം? വിദ്യാഭ്യാസം എന്നത് മനസ്സിനെ വസ്തുതകൾ കൊണ്ടും വിവരങ്ങൾ കൊണ്ടും നിറയ്ക്കുന്നതല്ല. അതാണ് വിദ്യാഭ്യാസം എങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാസമ്പന്നർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകശാലകൾ തന്നെ. സ്വാമി വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസം എന്നത് മനുഷ്യനിലുള്ള പൂർണ്ണതയുടെ പ്രകടനമാണ്. സ്വഭാവം രൂപപ്പെടുത്തുന്നതും ബുദ്ധിവികാസത്തിന് സഹായിക്കുന്നതും മനഃശക്തി വർദ്ധിപ്പിക്കുന്നതും മനുഷ്യനെ സ്വപര്യാപ്തനാക്കുന്നതും മനുഷ്യനെ അവന്റെ മാതൃരാജ്യത്തെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായ വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. അതിനാൽ നമുക്ക് ഭാവി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശരിയായ വിദ്യാഭ്യാസം കിട്ടാനും നമ്മുടെ ഋഷീശ്വരന്മാരുടെ പാത പിന്തുടരാനും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വജീവൻ അർപ്പിക്കാനും വേണ്ടി. വലിയ എന്താണ്